അഡ്വക്കേറ്റ് ദീപക്, നമ്മൾ ആ കേസിലേക്ക് വീണ്ടും വരുമ്പോൾ ഞാൻ ആ കേസിലേക്ക് വരുന്നത് അത്രയും കുഴഞ്ഞു മറിഞ്ഞ് അല്ലെങ്കിൽ ഒരുപാട് സംശയങ്ങളുള്ള ഈ ബ്ലൂ കോർണർ നോട്ടീസ് കൊടുത്തിരിക്കുന്നു ആ യുവാവിനെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ ജർമ്മനിയിലാണുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ കേസ് ഇവിടെ നടക്കുമ്പോൾ ഇതൊക്കെ മൊത്തത്തിൽ എങ്ങനെ കണക്ട് ആവുമെന്നൊരു ചോദ്യം കൂടിയുണ്ട്. ബ്ലൂ കോർണർ നോട്ടീസ് എപ്പോഴാണ് കൊടുത്തത്? ഈ കേസിൽ ഈ കുട്ടിയുടെ മൊഴി പ്രകാരം എഫ്ഐആർ എടുത്തതിന് ശേഷം അല്ലേ? ഈ കുട്ടിയുടെ മൊഴി വന്നതിന് ശേഷം അവർക്ക് സിമ്പിളായിട്ട് ആളിവിടെ സ്ഥലത്തില്ലാതെ തന്നെ അപ്പിയറൻസ് ഓഫ് മെമ്മോ എന്ന് പറയും, അദ്ദേഹത്തിന് അഡ്വക്കേറ്റിനെ ഫോൺ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കോടതിയിൽ അദ്ദേഹത്തിന് ഈ ഡിഫാക്ടോ കംപ്ലൈനന്റ്, അതായത് ഈ പെൺകുട്ടിയുടെ അഫിഡവിറ്റ് നോട്ടറിയുടെ സാന്നിധ്യത്തിൽ ഒപ്പിട്ട് കോടതി കൊടുത്തു കഴിഞ്ഞാൽ പെൺകുട്ടിയെ വിളിപ്പിക്കും. അവർ ഈ മൊഴി തന്നെ പറയുവാണ്, ഞാൻ അപ്പോഴത്തെ സാഹചര്യത്തിൽ പറയുവാണെന്ന് വെച്ചാൽ കേസ് അവിടെ വെച്ച് ക്ലോസ് ചെയ്യും. ഈ ബ്ലൂ കോർണർ നോട്ടീസും CBIയും എല്ലാം വെറും പവനായി ശവമായതുപോലെ ബും. അവിടെ ഒരു കാര്യം കൂടിയുണ്ട്. ഈ ആശുപത്രിയിൽ അന്ന് കൊണ്ടുപോയത് ഈ യുവാവ് തന്നെയാണ് അന്ന് അടിച്ച് അല്ലെങ്കിൽ മർദ്ദിച്ചോ അല്ലെങ്കിൽ വീണോ എങ്ങനെയാ സത്യം നമുക്കറിയില്ല. അതിനുശേഷം ഈ നമുക്കറിയില്ല എന്ന് പറയാതെ ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ്. ശരി ആ കുട്ടി പറയുന്നത് കണക്കിലെടുക്കുകയാണെങ്കിൽ അന്ന് അങ്ങനെ പോയപ്പോൾ മുറിവുണ്ടായതിനു ശേഷം ആശുപത്രിയിലേക്ക് പോകുമ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാരുടെ ഇതിൽ പോലും റിപ്പോർട്ടിൽ പോലും ഇയാൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നില്ല, അടിച്ചത് കൊണ്ടാണ് ആ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്തിനാണ് പോയത് ഈ കുട്ടി പോയത്? ആക്ച്വലി ഒരു ഒന്നും തള്ളൊക്കെ നടന്നു. ഞാൻ കേട്ടത് കുട്ടിയുടെ മൊഴി ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ്. അന്നൊരു വഴക്ക് നടന്നു, ഇവരുടെ ഒരു ചാറ്റിങ്ങുമായി സംബന്ധിച്ച് വഴക്ക് നടന്നു. അങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായി. അവനും ഫോൺ കോൾ പറയുന്നുണ്ട് ഞാൻ അവളെ മർദ്ദിച്ചിട്ടുണ്ട്, പക്ഷെങ്കിൽ അത് ഈ പറയണമായ ഭീകരമായ ഒരു സംഭവത്തിലൊന്നും അല്ല. ജസ്റ്റ് ഒരു അപ്പോഴത്തെ ദേഷ്യത്തിൽ അങ്ങോട്ടെന്തോ ഒരു മർദ്ദനം ഉണ്ടായി. അതിനുശേഷം ഞാൻ കരയാൻ വേണ്ടിയിട്ട് പിന്നെ അല്ലെങ്കിൽ എൻ്റെ മോൻ കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ ടോയ്ലറ്റിൽ പോയപ്പോൾ അവിടെ തെന്നി വീണുണ്ടായ മുറിവാണ് എന്നാണ് ഇപ്പോൾ ആ കുട്ടി പറയുന്നത്. പിന്നെ ചോദ്യം ഇതാണ്, ഈ ഡോക്ടറിൻ്റെ അടുത്ത് പോലും ഇത് പറഞ്ഞല്ലോ എന്ന്. അന്ന് അറിയാലോ ഈ ചെറിയ പ്രായത്തിലുള്ള ആണും പെണ്ണും കല്യാണം കഴിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വാശി, ഇവനെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും, പിന്നെ ഡോക്ടറുടെ മുമ്പിലും അടിച്ചെന്ന് തന്നെ പറയുള്ളൂ, കാരണം ഇവനെങ്ങനെയെങ്കിലും ഒരു പാഠം പഠിപ്പിക്കണം. പക്ഷേ ഇത് കൈവിട്ടു പോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ. ഇത് മാധ്യമക്കാർ കിടന്ന് അതറിയാം. അങ്ങനെയാണല്ലോ, ഒരു പുരുഷനെതിരെ എന്തെങ്കിലും ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ പുരുഷ വിരോധികളാക്കരുത്. ഒരു വാക്കിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല, ഞാൻ പറഞ്ഞു പോട്ടെ. ജസ്റ്റ് ഒരു അടി, ആ അടി പറ്റത്തില്ല, സഹിക്കേണ്ട കാര്യമില്ല. അതാണ് അവൾ റിയാക്ട് ചെയ്യുന്ന പെൺകുട്ടിയാണ്. അവളെ ഞാൻ സമ്മതിക്കുന്നു. അവൾ ഒന്നും നോക്കിയില്ല, അവള് അച്ഛനമ്മയും വിളിച്ച് പറഞ്ഞു, പോലീസ് കല്യാണം കഴിഞ്ഞ് 5 ദിവസം കണ്ടേ ആയുള്ളൂ. 5 ദിവസത്തിൽ 5 അടിയാണെങ്കിൽ ഇനി അങ്ങോട്ട് എന്തായിരിക്കും? അവള് ശ്രമിക്കാൻ തയ്യാറായല്ലോ. എന്റെ ഏട്ടനെ എനിക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭീഷണിപ്പെടുത്തിയതാണോ ആർക്കറിയാം? അത്രേ ഉള്ളു ആ കൊച്ചു, അതാണ് സംശയം. ഭീഷണിപ്പെടുത്താ ജർമ്മനി നിൽക്കുന്ന അവൻ ജർമ്മനിയിൽ നിന്ന് ഭീഷണിപ്പെടുത്താൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. അവളുടെ ആ കുട്ടിയുടെ മൊഴി അല്ലെങ്കിൽ ആ വീഡിയോ കറക്റ്റ് ഒരു 2-3 വട്ടം കണ്ടു നോക്കൂ. എത്ര നാച്ചുറൽ ആയിട്ടാണ് അവള് പറയുന്നത്. അത് നാച്ചുറൽ ഒക്കെ അതൊക്കെ താങ്കള് പറയുന്നതിന് എന്തെങ്കിലും ഒരു കഴമ്പ് വേണ്ടേ നമുക്ക്? അടിയെ താങ്കള് പ്രോത്സാഹിപ്പിക്കരുത്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ കേബിള് വെച്ചിട്ട് കഴുത്ത് മുറുക്ക് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഞാൻ ഇതെല്ലാം പിന്നെ എന്താണ് പിന്നെ ഞാൻ ചോദിക്കട്ടെ, മാധ്യമങ്ങളോട് കാണിച്ച പാട് അതൊക്കെ എന്താണ്? ഈ കഴുത്തിൽ ഇത് മുറുക്കാതെ എങ്ങനെയാണ് ഈ പാട് വരുന്നത്? പിന്നെ 2 ഈ കുട്ടിക്ക് പ്രശ്നമുണ്ട്, ബുദ്ധിമുട്ടുണ്ടെന്ന് അച്ഛനും അമ്മയും പറഞ്ഞിട്ട് അവർക്ക് എന്താണ് കിട്ടാനുള്ളത്? അല്ല, ഈ പാട് എങ്ങനെ വന്നെന്ന് അവള് പറഞ്ഞല്ലോ, ഞാൻ ബാത്റൂമിൽ വീണപ്പോ ഈ കഴുത്തിലെ പാട് അത് ഇനി മെഡിക്കൽ എടുത്ത് നോക്കണം. ഇത് കേബിൾ വഴി ഉണ്ടായതാണോ അല്ലേന്ന് അറിയാതെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അന്ന് അപ്പോഴത്തെ ദേഷ്യത്തിൽ അവളെല്ലാം പറഞ്ഞു. പിന്നെ രണ്ടാമത് ഈ കുട്ടി പറയുകയാണ്, എൻ്റെ ഒരു മൊഴി പ്രകാരം ഞാൻ കള്ളം പറഞ്ഞിട്ടാണ് എൻ്റെ ഏട്ടനെതിരെ കേസെടുത്തെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ മുഖം എന്തിനാ ബ്ലർ ചെയ്യുന്നത്? ഒരു കുറ്റവും ചെയ്തില്ല എന്ന് അവൾ തന്നെ പറയുന്ന ഭർത്താവിൻ്റെ ഫേസ് എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇത്ര കൃത്യമായിട്ട് ഫോക്കസ് ഇട്ട് കാണിക്കുന്നത്? ഇപ്പം അവളല്ലേ കുറ്റക്കാരി, അപ്പൊ പിന്നെ അവളുടെ ഫേസ് എന്തിനാണ് ബ്ലർ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇപ്പൊ അവളവർ വിക്ടിമല്ല. പ്രതിയുടെ മുഖം പോലും നിങ്ങൾക്ക് കാണിക്കാൻ പാടില്ലല്ലോ. ഇന്ത്യൻ നിയമം അനുസരിച്ച് കോടതി വിധിച്ചാൽ മാത്രമേ ഒരാൾ കുറ്റവാളിയാവുന്നുള്ളൂ. അതിനു മുമ്പ് എങ്ങനെ വിചാരണ ചെയ്ത് അവനെ കുറ്റവാളിയാക്കാൻ പറ്റും? അവൻ്റെ ഫോട്ടോ അവന് പ്രസിദ്ധീകരിക്കാൻ പാടില്ല. ഇപ്പോഴവൻ വിക്ടിമാണ്, അവൻ്റെ ഫോട്ടോ എന്തിന് കാണിക്കുന്നു? ഇനി അവളാണ് അല്ലെങ്കിൽ ആ പെൺകുട്ടിയാണ് കുറ്റം ചെയ്തത്, കള്ളം പറഞ്ഞ് ഒരു പാവപ്പെട്ടവനെ FIR ഇട്ട് അവന് ഇത്രയും തേജോവധം ചെയ്ത ആ കുട്ടിയാണ്. ആ കുട്ടിയുടെ മുഖം ഇപ്പോഴും എന്തിനാണ് ബ്ലർ ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ കാണിക്കണമെന്നെങ്കിൽ 2 പേരെയും കാണിക്കണം.
ഇല്ലെങ്കിൽ രണ്ടുപേരെയും മുഖം ബ്ലർ ചെയ്യണം. കാരണം ഇവൻ കുറ്റവാളിയാണോ എന്ന് നിശ്ചയിക്കേണ്ടത് ഇവിടുത്തെ കോടതിയാണ്. കോടതി കുറ്റവാളി എന്ന് തെളിയിക്കുന്നത് വരെ അവൻ നിരപരാധിയാണ്. അങ്ങനെയാണ് ഇന്ത്യയിലെ നിയമം പറയുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് അവൻ്റെ മുഖം മാത്രം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അവൾ ഇപ്പോഴും കുറ്റം ചെയ്തത് ഞാനാണെന്ന് പറയുമ്പോൾ അവളുടെ മുഖം എന്തിനാണ് ബ്ലർ ചെയ്യുന്നത്? ഇതെന്ത് രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ ഇതെന്ത് നിയമമാണ്, ഇതല്ലെങ്കിൽ എന്ത് മനുഷ്യത്വമാണിത്? താങ്കൾ പറയുന്നത് പുരുഷനെതിരെ ഇത്തരത്തിൽ നിയമം എടുത്ത് പ്രയോഗിക്കുന്നു എന്നുള്ളതാണ് താങ്കൾ പറയുന്നതിന്റെ അടിസ്ഥാനം. ഞാൻ ആദ്യമേ തുടക്കമേ അത് തന്നെ പറഞ്ഞല്ലോ. പുരുഷന്മാർക്ക് വേണ്ടി നിയമങ്ങൾ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞു വന്നത്. അതിനകത്ത് എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം, ഈ താങ്കൾ പറഞ്ഞു ഈ സ്നേഹത്തിന്റെ പേരിലുള്ള അടി അത് സുപ്രീം കോടതി എന്തൊക്കെയോ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഈ വിസ്മയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി മരിച്ചുപോയല്ലോ. ആ പെൺകുട്ടി ചേട്ടനോട് പറഞ്ഞത് ഞാൻ വരുന്നില്ല വീട്ടിലേക്ക്, എനിക്ക് ഇവിടെ ചേട്ടന്റെ കൂടെ തന്നെ നിന്നാ മതി എന്നാണ് ബ്രദറിനോട് പറഞ്ഞത്. അങ്ങനെ പോയിട്ടാണ് ആ കുട്ടിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താ പറയാനുള്ളത്? അതുകൊണ്ട് ലോകത്തെല്ലാം നടക്കുന്നതെല്ലാം വിസ്മയം അല്ല ഞാൻ ആ കേസിലാണ് ഞാൻ ചോദിക്കുന്നത്. അവിടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ആ കുട്ടി തിരിച്ചു പോയത്. സ്നേഹത്തിന് ആയിക്കോട്ടെ, അത് 90% കേസുകൾ എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. 100% കേസും ഫേക്ക് എന്ന് ഞാൻ 10% ആളാണ് വിസ്മയ. ഞാൻ സമ്മതിക്കുന്നുണ്ട്. അത് കോടതി കുറ്റവാളിയാണെന്ന് നിശ്ചയിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അത് അവിടെ നമ്മൾ കഴിഞ്ഞു. മറ്റൊന്ന്, ഈ കേസിൽ ഈ പെൺകുട്ടിയുടെ കേസ് കൃത്യമായി കൈകാര്യം ചെയ്തില്ലെന്ന് പറഞ്ഞ 2 പോലീസുകാർക്ക് സസ്പെൻഷൻ വന്നായിരുന്നു. അത് താങ്കൾ അറിഞ്ഞിരുന്നു? ഇനി അവരുടെ കാര്യം എന്താ? അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നേരത്തെ 1-2 സുപ്രീം കോടതി വിധികളെ കുറിച്ച് പറഞ്ഞു. ഞാൻ വെറുതെ പറയുന്നില്ല. ഹഫ്സക് അലാം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ജാർഖണ്ഡ് എന്ന് പറയുന്ന റീസെന്റ് ആയിട്ടുള്ള ഒരു കേസിൽ സുപ്രീം കോടതി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ, എക്സ്പെഷ്യലി 498A ഭർതൃപീഡന കേസുകളിൽ ഭർത്താവിനെ ഒരിക്കലും അറസ്റ്റ് ചെയ്യരുത്. അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് 41A CRPC നോട്ടീസ് കൊടുത്ത് അയാളെ വിളിച്ചു വരുത്തി അയാളുടെ കാര്യങ്ങളും കൂടി കേട്ടിട്ട് ഒരു അതിഭയങ്കരമായിട്ടുള്ള ഒരു ക്രിമിനാലിറ്റി, അതായത് ആ കുട്ടി ഇനി ആ പെൺകുട്ടി ഇവൻ്റെ കൂടെ താമസിച്ചാൽ മരണം ഉറപ്പാണ് എന്നുള്ളൊരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ ഏറ്റവും ക്രിമിനലായിട്ട് പെരുമാറുന്ന ഒരാളാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. സാധാരണഗതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അവരുടെ കാര്യം മനസ്സിലാക്കി 41A നോട്ടീസ് കിട്ടിയിട്ടും വരാതിരിക്കുകയാണെങ്കിൽ മാത്രം മജിസ്ട്രേറ്റിൻ്റെ പെർമിഷനോടുകൂടി അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഇതിനു മുമ്പ് 2014 ഒരു വിധി വന്നിരുന്നു. അതെല്ലാവരും പുല്ല് വിലയിലെടുത്തു. പോലീസ് ഒന്നും മൈൻഡ് ചെയ്തില്ല, മജിസ്ട്രേറ്റുമാരും മൈൻഡ് ചെയ്തില്ല. അങ്ങനെ 2024 ഞാൻ ഈ പറഞ്ഞ വിധിയിൽ കർശനമായിട്ട് ഹൈക്കോടതിക്കും പോലീസ് മേധാവികൾക്കും ഇത് നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഒരു പ്രതിയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ 41A നോട്ടീസ് പ്രകാരം വിളിച്ചു വരുത്തി അയാളുടെ ഭാഗം കൂടി കേട്ടതിന് ശേഷം നടപടിയെടുക്കാവൂ. മാത്രമല്ല ഒരു കൗൺസിലിംഗ് സെക്ഷനും കൂടി ഉണ്ട്. അതും പൂർത്തിയാക്കിയതിന് ശേഷം ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലാതെ ചാടിക്കയറി പിടിച്ച് പണ്ടത്തെ പോലെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ വകുപ്പ് തല നടപടി എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഉണ്ടാകുന്ന സുപ്രീം കോടതി കർശനമായിട്ടുള്ള നിലപാടെടുത്തു. അതനുസരിച്ചാണ് ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റും നടന്നുകൊണ്ടിരിക്കുന്നത്. പഴയതിനേക്കാൾ ഒത്തിരി വ്യത്യാസമുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ. സോ ആ രീതിയിൽ നീതിന്യായമായിട്ട് എന്താണോ സുപ്രീം കോടതി പറഞ്ഞത്, എന്താണ് ഇപ്പോഴത്തെ നിലവിലെ നിയമം അനുസരിച്ച് മാത്രമാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തിട്ടുള്ളത്. അതിനെയാണ് പ്രതിയെ രക്ഷപ്പെടാൻ അനുവദിച്ചു എന്ന് പറഞ്ഞിട്ട് അത് താങ്കൾ പറഞ്ഞ ആ ബോധവൽക്കരണമാണ് അവിടെ നടന്നത്. അതായത് മറ്റേ നമ്മുടെ ക്ലാസ് ആണ് നടന്നത് അല്ലേ? കൗൺസിലിംഗ് അല്ല, ഈ CRPC പറഞ്ഞിരിക്കുന്ന പോലെ അയാളെ വിളിച്ചു വരുത്തി നോട്ടീസ് കൊടുത്തു, അയാളുടെ ഭാഗം കേട്ടു, നോർമലി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് തിരിച്ചു വിട്ടു. അതേ പാടുള്ളൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. പിന്നീട് രണ്ടാമത്തെ തെറ്റിദ്ധരിച്ചു എന്നാണ് പറയുന്നത്. പെൺകുട്ടിയുടെ അച്ഛൻ അത് തെറ്റിദ്ധരിച്ചു, ആ പ്രതിക്ക് വേണ്ടിയാണ് പോലീസുകാർ. പ്രതി മാത്രമല്ല, മാധ്യമങ്ങളും തെറ്റിദ്ധരിച്ചില്ലേ? അങ്ങനെയല്ലേ അയാളെ പാവപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായ മാധ്യമങ്ങൾ തെറ്റിദ്ധരിച്ചു എന്ന് പറയുമ്പോഴേ ഒരു പെൺകുട്ടി ഇത്തരത്തിലൊരു കാര്യം പറയുമ്പോൾ നമ്മൾ അത് കണക്കിലെടുക്കണം. അത് നിങ്ങൾ മാധ്യമങ്ങൾ നമ്മൾ അന്വേഷിക്കുകയല്ലോ ചെയ്യുന്നത്, നമ്മുടെ മുന്നിലേക്ക് വരികയാണ് ചെയ്യുന്നത്. നമ്മൾ അങ്ങോട്ടേക്ക് പോയതല്ല. ആ പെൺകുട്ടിയുടെ അച്ഛനാണ് നമുക്ക് അന്വേഷിച്ച് ചെയ്യേണ്ട ചുമതല നിങ്ങൾക്കില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് പെൺകുട്ടിയുടെ അച്ഛൻ നമ്മളോട് പറയുക, അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, അച്ഛൻ പറഞ്ഞു അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞാൽ സത്യമാവോ? അതിനെക്കുറിച്ച് അന്വേഷിക്കണമായിരുന്നു. ആ കാര്യം അങ്ങനെ. രണ്ടാമത്തെ കാര്യം, ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തത് നിയമപരമാണ് അല്ലയോ നിങ്ങൾക്ക് അന്വേഷിക്കാൻ സാധിക്കുമല്ലോ. ഈ പറഞ്ഞ പ്രകാരം നിയമം ഉണ്ടോ നിങ്ങൾക്ക് അന്വേഷിക്കാമായിരുന്നല്ലോ. അതൊന്നും ചെയ്യാതെ അയാള് പ്രതിയെ രക്ഷപ്പെടാൻ എന്നൊക്കെ പറഞ്ഞിട്ട് തർക്കിച്ചുകൊണ്ടല്ലേ ഇപ്പൊ അയാൾക്ക് സസ്പെൻഷൻ കിട്ടേണ്ടി വന്നത്. എന്തുകൊണ്ട് അതിനെപ്പറ്റി അന്വേഷിച്ചില്ല? നിങ്ങളുടെ കുടുംബത്തിൽ കയറി അന്വേഷിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റില്ല. പക്ഷേ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഉദ്യോഗസ്ഥൻ ചെയ്ത് ശരിയാണോ, അങ്ങനെ ഒരു നിയമം ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമല്ലോ. എന്തുകൊണ്ട് ചെയ്തില്ല?